സംസ്ഥാന ബഡ്ജറ്റ് 19-ാം തീയതി വരികയാണല്ലോ. സംസ്ഥാന ബഡ്ജറ്റിന് മുമ്പ് ഉള്ള തയ്യാറെടുപ്പ് നടക്കുകയാണ്. ആ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ അവതരിപ്പിച്ച് പാസ്സാക്കി പൂർണ്ണമായും എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് പാസ്സാക്കിയ ബഡ്ജറ്റ് കഴിഞ്ഞിട്ട് പുതിയ ഗവൺമെൻറ് വരുമ്പോൾ ആൾട്രേഷൻ മെമ്മോറാണ്ടം എന്നാണ് അതിൻ്റെ ഭരണഘടനാപരമായ ഭാഷ. എന്ന് പറഞ്ഞാൽ പുതുക്കിയ അഡീഷണൽ കാര്യങ്ങൾ ചേർക്കുന്ന ബഡ്ജറ്റാണ്. ധവളപത്രം നേരത്തെ ഇറക്കിയിരുന്നു. ധവളപത്രത്തിനകത്ത് കുറച്ചേറെ ആശങ്കാജനകമായ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. ധവളപത്രത്തിൻ്റെ വിവിധ കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങളൊരു ചെറിയ കുറിപ്പ് തരുന്നുണ്ട്. അത് അടുത്ത ദിവസങ്ങളിൽ തരും. പക്ഷെ അതിനകത്ത് വലിയ തോതിൽ ചില മേഖലയെ വെട്ടിക്കുറവ് വരുത്തേണ്ടി വരും എന്നൊക്കെയുള്ള തോന്നലുണ്ടാകുന്ന തരത്തിൽ ചില അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ യാതൊരു കാരണവശാലും സാമ്പത്തികമായിട്ട് അങ്ങനെ ചുരുക്കൽ വരുത്താതെ തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കണം എന്നുള്ള ഒരു അഭിപ്രായം ആണ് ഞങ്ങൾക്കുള്ളത്. അത് വെറുതെ പറയുന്നതല്ല. ഇപ്പോൾ സാമ്പത്തികമായി സംസ്ഥാനം വളരെ ദുരിതത്തിലും ബുദ്ധിമുട്ടിലുമൊക്കെ ആയിപ്പോയി. സാമ്പത്തിക രംഗം ആകെ തകർന്നു പോയി എന്നൊക്കെയായിരുന്നു ധവളപത്രത്തിൽ കൂടെ പറഞ്ഞത്. നേരത്തെ സ്ഥിരമായി UDF-ൻ്റെ നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരുന്നത്. ധവളപത്രത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ലെന്നും സാമ്പത്തിക രംഗത്തെ സംബന്ധിച്ച് ധവളപത്രം പറയുന്നതല്ല ശരിയെന്നും മനോരമ പത്രം പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കോളടിച്ചു. 5629 കോടി രൂപ 2 മാസത്തെ ഇത് കിട്ടി. സത്യസന്ധമായ ഒരു കാര്യം മനോരമ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഈ പുതിയ ഗവൺമെൻറ് ഒരു പ്രവർത്തനം കൊണ്ടല്ല ഈ പണം വന്നതെന്നും കഴിഞ്ഞ മാർച്ച് മാസത്തെയും ഏപ്രിൽ മാസത്തെയും ഒക്കെ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടാണ് GSTയുടെ വരുമാനം അതി പറഞ്ഞേക്കുന്നത്. GST സാധാരണഗതിയിൽ കഴിഞ്ഞ വർഷം കിട്ടിയതിനേക്കാളും 2000 കോടി രൂപ ഈ 2 മാസം അധികം കിട്ടിയിട്ടുണ്ട്. ഗ്രോത്ത് റേറ്റ് ഒരു ഇന്ത്യൻ ആവറേജിനേക്കാളും മെച്ചപ്പെട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അത്ര 2000 കോടി 2 മാസം അധികം കിട്ടിയെന്ന് പറഞ്ഞാൽ ഒരു 10,000 കോടിയെങ്കിലും അടുത്ത വർഷം അധികം കിട്ടും. ടാക്സിന് കഴിഞ്ഞ വർഷം കിട്ടിയതിനേക്കാളും കിട്ടും. അതെന്താ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെച്ചപ്പെട്ട തരത്തിലേക്ക് നമുക്ക് നമ്മുടെ നികുതി അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുപോകാനും സംസ്ഥാനത്തിൻ്റെ ഇക്കണോമിക് ആക്ടിവിറ്റീസ് മെച്ചപ്പെടാനും കഴിഞ്ഞു. ഇപ്പോൾ ഈ യുദ്ധം കൂടി പിൻവലിച്ചിരിക്കുന്ന ഒരു ഘട്ടമാണല്ലോ വന്നിരിക്കുന്നത്. അതോടെ വന്നാൽ പെട്രോളിൻ്റെയൊക്കെ വിലക്കുറവും ഇക്കണോമിക് ആക്ടിവിറ്റി സജീവമാവും. ട്രംപിന് ഇനി വേറെ എന്തെങ്കിലും തോന്നുന്നതെന്ന് നമുക്ക് ആർക്കും അറിയില്ല. പക്ഷേ തൽക്കാലത്തെ സ്ഥിതിയിൽ പിന്നെ യുദ്ധത്തിൻ്റെ ഒരു അന്തരീക്ഷം കൊണ്ടില്ലാത്തതുകൊണ്ട് എക്കണോമി ഒന്നുകൂടി സജീവമാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ ഈ 2000 കോടി 2 മാസം കൊണ്ട് വർധനവ് വന്നു എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വരുമ്പോഴും ആ മെച്ചം ഉണ്ടാവും. അപ്പോൾ സാമ്പത്തിക രംഗം മോശമായിട്ടല്ല, വളരെ മെച്ചപ്പെട്ട തരത്തിലേക്ക് മുന്നോട്ട് പോകുന്നതിനുള്ള എല്ലാ അടിത്തറയും ഇട്ടിട്ട് തന്നെയാണ് LDF ഗവൺമെൻറ് പ്രവർത്തിച്ചത്. ഇപ്പോൾ അത് നന്നായി അത് ഉപയോഗിക്കാനായിട്ടുള്ള അവസരം UDF-ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് യാതൊരു കാരണവശാലും ഏതെങ്കിലും തരത്തിൽ നിലവിലുള്ള പദ്ധതികൾ വെട്ടിക്കുറയ്ക്കാൻ പാടില്ല. പ്രത്യേകിച്ചും പിന്നോക്ക വിഭാഗങ്ങൾ, ന്യൂനപക്ഷം, SC/ST വിഭാഗങ്ങളെ പറ്റിയൊക്കെ ധവളപത്രത്തിനകത്ത് തെറ്റായ കണക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. അത് അന്ന് തന്നെ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞതാണ്. ആ മേഖലയിലൊക്കെ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് കൂടുതൽ കൊടുക്കാൻ വേണ്ടി അതിനകത്ത് ഒരു വെട്ടിക്കുറവും വരുത്താതെ പദ്ധതിയിലും മറ്റു കാര്യങ്ങളും കുറവ് വരുത്താതെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഫണ്ട് ഉണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം. ഈ ഫണ്ടിൻ്റെ വർധനവ് മാത്രമല്ല, സംസ്ഥാന ഗവൺമെൻറ് അടിയന്തരമായി കേന്ദ്രത്തിൽ ഇടപെട്ട് ചെയ്യേണ്ട മറ്റൊരു കാര്യം കൂടി ഇവിടെ പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതാണ്. RD ഗ്രാൻഡ് ഇപ്രാവശ്യത്തെ ധനകാര്യ കമ്മീഷൻ്റെ ഭാഗമായിട്ട് നൽകിയിട്ടില്ല. ഫിനാൻസ് കമ്മീഷൻ ഇപ്പോഴും ശുപാർശ ചെയ്യുന്നതാണ്. ആർട്ടിക്കിൾ 275 ആണെന്നാണ് എൻ്റെ ഓർമ്മ. അതനുസരിച്ചിട്ടാണ് RD ഗ്രാൻഡ് സാധാരണഗതിയിൽ ഗ്രാൻറ്റുകൾ തരുന്നത്. 15-ാം ധനകാര്യ കമ്മീഷൻ്റെ സമയത്തും 14-ാം ധനകാര്യ കമ്മീഷൻ്റെ സമയത്തുമൊക്കെ സംസ്ഥാനത്തിനും വിവിധ സംസ്ഥാനങ്ങൾക്കും നല്ല തുക കിട്ടിയിരുന്നു. ഇപ്രാവശ്യം RD ഗ്രാൻഡ് ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശ വന്നിട്ടില്ല. പക്ഷേ അത് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ട കേന്ദ്ര ഗവൺമെൻറ് തീരുമാനമെടുത്തിട്ടില്ല. തീരുമാനമെടുക്കും എന്നൊരു വാർത്തയുണ്ട്. എന്തുകൊണ്ടാണ് തീരുമാനം എടുക്കുന്നതെന്ന് ഞാൻ പറയുന്നത് വെച്ചാൽ, കഴിഞ്ഞ തവണ ഇന്ത്യയിൽ ആകെയുള്ള ഡിവിസിബിൾ പൂളി താഴോട്ട് കൊടുക്കാൻ ഇന്ത്യ ഗവൺമെൻറ് തീരുമാനിക്കുന്ന അതിനുള്ള ആകെയുള്ള ഫണ്ടിൻ്റെ 100 രൂപ ഉണ്ടെങ്കിൽ 41 രൂപ താഴോട്ട് കൊടുക്കും. 1 രൂപ ജമ്മു കാശ്മീരിന്. അപ്പം 41 രൂപ താഴോട്ട് കൊടുക്കും. 41%. ഈ 41% ഇപ്പോഴും തന്നിട്ടുള്ളൂ. ഇപ്പോൾ ധനകാര്യ കമ്മീഷൻ ചെറിയൊരു ഇൻക്രീസ് നമുക്ക് വന്നിട്ടുണ്ട്. 10,000 കോടി രൂപ ഒരു വർഷം അധികം വന്നു കഴിഞ്ഞ വർഷത്തേക്കാളും.
ഒരു വർഷം. കാരണം നമ്മൾ നിരന്തരമായി നടത്തിയിട്ടുള്ള ഫൈറ്റുകളുടെ ഭാഗമായിട്ടാണ് ആ പെർസെൻറ്റേജ് വർദ്ധിച്ചത്. പക്ഷേ 41% ഉള്ളൂ. കഴിഞ്ഞ വർഷം 41% ആയിരുന്നു. 41% ആയിരുന്ന സമയത്ത് ഇൻ അഡീഷൻ ടു ദാറ്റ് 41% 4.5 ലക്ഷം കോടി രൂപ RD ഗ്രാൻഡായിട്ട് കൊടുത്തിരുന്നു. മനസ്സിലായില്ലേ? അത് 4.5 ലക്ഷം രൂപ ഇത് കൂടാതെ സംസ്ഥാനങ്ങൾക്ക് RD ഗ്രാൻഡായിട്ട് കൊടുത്തിരുന്നു. ഇപ്പോൾ ആ പണം കൊടുത്തിട്ടില്ല. അത് ദേ ആർ കീപ്പിംഗ് ഇറ്റ് വിത്ത് ദം. ആ RD ഗ്രാൻഡ് ആയിട്ട് മാറ്റി വെച്ചേക്കെന്ന് പറഞ്ഞാൽ ഇപ്പോഴുണ്ട്. ഇപ്പോഴത്തെ വില നിലവാരം അനുസരിച്ച് അതൊരു 6 ലക്ഷം കോടി വരും. ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? നേരത്തെ കൊടുത്തിരുന്നത് 41%. ഇപ്പോഴും ആകെയുള്ള പൂളിൽ നിന്നുള്ള 41% കൊടുക്കുന്നു. പക്ഷേ RD ഗ്രാൻഡായിട്ട് അന്ന് മാറ്റി വെച്ചിരുന്നത് 4.5 ലക്ഷം കോടി രൂപയാണ്. അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിന് 19,000, 13,000, 4,000 അങ്ങനെ ഓരോ വർഷം കിട്ടിയ RD ഗ്രാൻഡുണ്ട്. ആ 4.5 ലക്ഷം കോടിക്ക് തുല്യമായ തുക ഇപ്പോഴും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ അവർ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. 4.5 ലക്ഷം കോടി 5-6 വർഷം മുമ്പായപ്പോൾ 4 ലക്ഷം കോടിയാണ്. ഇപ്പോൾ അതൊരു 6.5 ലക്ഷം കോടി, 7 ലക്ഷം കോടിയാവാം. ആ 6.5 ലക്ഷം കോടി രൂപ അവരുടെ കയ്യിൽ ഡിവൈഡ് ചെയ്യാതിരിപ്പുണ്ട്. ഇതാണ് ഹിമാചൽ പ്രദേശിലെ മുഖ്യമന്ത്രി, ഹിമാചൽ പ്രദേശ് നിയമസഭയും റെസൊല്യൂഷൻ പാസ്സാക്കി അയച്ചു, ഞങ്ങൾക്ക് കിട്ടണം. നമ്മളിവിടെ ഈ കമ്മീഷൻ്റെയും റിപ്പോർട്ടും മറ്റെല്ലാം ബന്ധപ്പെട്ടേക്ക് ഇലക്ഷൻ്റെ കാര്യങ്ങളായതുകൊണ്ട് നമ്മുടെ ഇന്ന് നിയമസഭയൊന്നും അങ്ങനെ കൂടിയില്ല. പെട്ടെന്ന് തന്നെ നിയമസഭ പിരിയുകയും ബാക്കി കാര്യങ്ങൾ നടന്നില്ല. അപ്പോൾ ഇപ്പോൾ ഇത് നമ്മൾ അതിശക്തമായിട്ട് ആവശ്യപ്പെടണം. ഈ 7 ലക്ഷം കോടി, 6.5 ലക്ഷം കോടി രൂപ അന്നത്തെ കണക്കനുസരിച്ച് സെൻട്രൽ ഗവൺമെൻറ് ഡിവൈഡ് ചെയ്ത പണം ഇപ്പോൾ അത് കയ്യിലുണ്ട്. അത് വാങ്ങിച്ചെടുക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഹിമാചൽ പ്രദേശിലെ മുഖ്യമന്ത്രിയും മറ്റ് മുഖ്യമന്ത്രിമാരും സ്റ്റേറ്റുകളും RD ഗ്രാൻഡ് വേണമെന്ന് ആവശ്യപ്പെടുന്നതും അതിനെ സംബന്ധിച്ച് ഫൈനൽ തീരുമാനം ഇപ്പോഴും സെൻട്രൽ ഗവൺമെൻറ് എടുത്തിട്ടില്ല. ആ തീരുമാനമെടുത്ത് സംസ്ഥാനങ്ങൾക്ക് കിട്ടാനുള്ള പണം വാങ്ങണം. ആ പണവും ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ടാക്സിൻ്റെ കാര്യത്തിനകത്ത് ഞങ്ങളുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ന നിലയിൽ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ പെർഫോമൻസ് വളരെ നന്നായി ചെയ്തു. ആ പണമുണ്ട്, ഈ പണമുണ്ട്. ഇതെല്ലാം കൂടെ വരുമ്പോൾ ഒരു കാരണവശാലും നമ്മുടെ പണം വെട്ടിച്ചുരുക്കാൻ പാടില്ല. ദുർബല വിഭാഗങ്ങൾക്ക് ഉൾപ്പെടെ കൊടുക്കുന്ന പല മേഖലയിലെയും പണം വെട്ടിച്ചുരുക്കും എന്നൊരു ആശങ്കയുണ്ട്. വലിയ തോതിൽ മാസീവ് പ്രൈവറ്റൈസേഷൻ ഉണ്ട്. അതൊക്കെ പിന്നെ ബഡ്ജറ്റ് വരുമ്പോൾ നമുക്ക് കാണാം. അപ്പം 2 ദിവസം കഴിഞ്ഞ് ബഡ്ജറ്റ് വരികയാണ്. അപ്പോൾ അത് അങ്ങനെ ചെയ്യരുതെന്നുള്ളത് പറയുന്നത് ഈ കൃത്യമായ ധനകാര്യ കണക്കുകൾ വെച്ചിട്ടാണ്. അത് ഒന്ന് പറയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ തന്നെ പല മേഖലയിലും പണം കൊടുക്കുന്നില്ല എന്നുള്ള പ്രശ്നം വന്നിട്ടുണ്ട്. അത് ഞാൻ വിശദമായിട്ട് പറയുന്നില്ല. ഇന്നും ഒക്കെ പല മേഖലയിലും വന്നിട്ടുണ്ട്. അത് അടുത്ത ദിവസം വരട്ടെ. സർക്കാർ ജീവനക്കാരുടെ അല്ലെങ്കിൽ പിന്നെ സ്ത്രീ സുരക്ഷാ പദ്ധതി, അങ്ങനെ പല വാർത്തകളും വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഫിനാൻഷ്യലി നമുക്ക് ഈ പണം ഇത്രയും കൂടി എലിജിബിളായി കിട്ടാനുണ്ട്. വരുമാനത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ടാക്സിൻ്റെ കാര്യത്തിൽ നല്ലപോലെ ഒരു വർധനവ് വരുന്നുണ്ട്. അപ്പോൾ ഈ വർധന 10,000 കോടി ഇപ്പം നമുക്ക് ഞാൻ പറഞ്ഞു ഒരു 2 മാസത്തേക്ക് 2,000 കോടി അധികം കിട്ടിയെന്ന് പറഞ്ഞാൽ 10,000 കോടിയെങ്കിലും ഒരു വർഷം കൊണ്ട് കിട്ടും എന്ന് മാത്രമല്ല, ഈ വരുന്ന വർധനയ്ക്ക് തുല്യമായിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വിഹിതം വരുന്നതിനകത്തും വർധന വരും. ഇതിൻ്റെ ഒരു പകുതിയെങ്കിലും ആ വർധനയിൽ വരണം, അതുകൂടെ കിട്ടും. അപ്പോൾ അങ്ങനെ മെച്ചപ്പെട്ട തരത്തിൽ തന്നെയാണ് സാമ്പത്തിക സ്ഥിതി. സാമ്പത്തിക സ്ഥിതി മോശമാണ്, പണമില്ല എന്ന് പറഞ്ഞ് ജനങ്ങൾക്ക് കൊടുക്കാനുള്ളതിൽ നിന്നും പിന്മാറാൻ പാടില്ല എന്നുള്ളത് ബഡ്ജറ്റിൻ്റെ 2 ദിവസം മുമ്പെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അത് പിന്നെ അവരുടെ ശ്രദ്ധ വേണ്ടത്ര വന്നില്ലെങ്കിലോ എന്നുള്ളത് കൊണ്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം വന്ന കണക്കുകളിലെ എല്ലാ അടിസ്ഥാനത്തിൽ അത് ചെയ്യണം. ബഡ്ജറ്റ് വന്നിട്ട് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അല്ല. ഈ കാര്യങ്ങളെല്ലാം ഞാനിത് പറയുന്നത് രാഷ്ട്രീയമൊന്നുമില്ല. മുൻ ധനകാര്യമന്ത്രി എന്ന നിലയിൽ ഈ കൃത്യമായ കാര്യങ്ങൾ അടുത്ത ഗവൺമെൻറ് വരുമ്പോൾ പറയാനുള്ള ഉത്തരവാദിത്വം എന്ന നിലയിൽ തന്നെയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. വെട്ടിക്കുറയ്ക്കാനല്ല, അല്പം കൂടുതലാക്കാൻ വേണ്ടി മാത്രമുള്ള സ്ഥിതി തന്നെയാണ് സാമ്പത്തിക രംഗം നിൽക്കുന്നത് എന്നുള്ളതാണ്. അത് പറയാനാണ് വിളിച്ചത് പ്രധാനമായിട്ട്. ഞങ്ങൾ മാർച്ചിൽ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം വാസ്തവത്തിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കാര്യം ചെയ്യാൻ പറ്റുമായിരുന്നില്ലല്ലോ. ഓർഡർ ഇറക്കാൻ പറ്റില്ല. അതിനു മുമ്പുള്ള ക്ഷേമ പെൻഷൻ കൊടുത്തത് തന്നെ മുൻപ് ഓർഡർ ഇറക്കിയത് കൊണ്ടാണ്. ഈ വാസ്തവത്തിൽ കാബൽ മുഖ്യമന്ത്രിയായിരുന്നു ഇലക്ഷൻ കഴിഞ്ഞ റിസൾട്ട് വന്നതിന് ശേഷം. മാർച്ചിൽ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഞങ്ങളൊന്നും ഒരു കാര്യവും ഒരു ഫയലും ഒരു പേപ്പറും 13-ാം തീയതി എൻ്റെ ഓർമ്മ, മാർച്ച് 13 എൻ്റെ ഓർമ്മ, അതായത് ആ ഡേറ്റ് എടുത്ത ഒരു പേപ്പറും ഫയലും ഞങ്ങൾക്ക് ഒപ്പിടാനോ ഇത് കൊടുക്കാനോ പറ്റില്ല. പഞ്ചായത്തുകൾക്ക് കൊടുക്കാനുള്ള പണം തന്നെ ഞങ്ങളുടെ പണമുണ്ട്. പക്ഷേ ആ പണം കൊടുക്കണമെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ അനുവാദം വേണം. ഇലക്ഷൻ കമ്മീഷൻ്റെ അനുവാദം അതിന് തന്നെ കിട്ടിയില്ല. ചോദിച്ചിരുന്നു, ഫിനാൻസ് സെക്രട്ടറി അന്ന് തന്നെ എഴുതിയിരുന്നു. അതിൻ്റെ അനുവാദം കിട്ടാത്തതുകൊണ്ടാണ് അന്ന് തന്നെ പണം കൊടുക്കാൻ പറ്റാഞ്ഞത്. അപ്പം 100-150 കോടി രൂപയ്ക്ക് അടുത്താണ്. നിങ്ങൾക്കറിയാം, പണം ഇല്ലാത്തതുകൊണ്ടല്ല. ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ്റെ കൂടി അനുവാദത്തോടു കൂടിയേ ഇതുപോലുള്ള കാര്യങ്ങൾ കൊടുക്കാൻ പറ്റും. കാരണം അത്
ഒരു അപ്പീസ്മെൻ്റ് ആണെന്ന് വരാം. ഉദ്യോഗസ്ഥന്മാരാണ് പിന്നെ ആ സമയത്തെല്ലാം നിയന്ത്രിക്കുന്നത്. അതുകൊണ്ടാണ് ആ സമയത്ത് കൊടുക്കാൻ പണം ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോഴായാലും ഇത് കഴിഞ്ഞായാലും ആ ഇലക്ഷൻ്റെ ഇത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ, പുതിയ ഗവൺമെൻറ് വന്നതിന് ശേഷം മാത്രമേ അതിൻ്റെ സ്റ്റെപ്പുകൾ എടുക്കാൻ പറ്റൂ. പണമില്ലാത്തതല്ല, പണമുണ്ട്. പിന്നെ ക്ഷേമ പെൻഷൻ എല്ലാം കൊടുത്തു. ഇപ്പോഴും അത് കൊടുക്കാൻ പറ്റുന്ന സ്ഥിതി തന്നെയാണ്. ഈ വർഷത്തെ ബഡ്ജറ്റിൽ, കഴിഞ്ഞ വർഷം പാസ്സാക്കിയ ബഡ്ജറ്റിൽ 3700 കോടിയാണ് സ്ത്രീ സുരക്ഷാ പദ്ധതിക്ക് മാറ്റിവെച്ചിട്ടുള്ളത്. സർക്കാരിന് പണം കൊടുക്കാനായിട്ട് പറ്റുമല്ലോ, കൊടുക്കുന്നതിന് വയബിളാവും. നമ്മളിപ്പം ഏകദേശം 2000 കോടി രൂപ ഒരു വർഷം KSRTCക്ക് കൊടുക്കുന്നുണ്ട്. പലതരത്തിൽ ഈ പിന്നെ അവരുടെ ഓപ്പറേഷൻ്റെ സാലറി, ഞാൻ പറഞ്ഞ ബസ് മേടിക്കാനൊക്കെ ഒഴിച്ചിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. പെൻഷന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേക ഒരു പിന്നെ ലോണൊക്കെ എടുത്തിട്ട് കൊടുക്കുന്നുണ്ട്. അതും കൃത്യമായി ഗവൺമെൻറ്റാണ് അടച്ചു തീർത്തുകൊണ്ടിരിക്കുന്നത്. ഇത് 500 കോടി രൂപയ്ക്കടുത്താണ് ഇപ്പോൾ വരുന്ന എക്സ്പെൻസസ് വരാൻ സാധ്യത. അതൊരു കൊടുക്കാൻ പറ്റുന്നതിന് വലിയ ബുദ്ധിമുട്ടില്ല. അവർ ആകെ പറയുന്ന എല്ലാ എക്സ്പെൻസസും കൂടെ വന്നാൽ പോലും 1500 കോടിയേ വരത്തുള്ളൂ. എല്ലാ വണ്ടിക്കും കൂടി കൊടുത്താൽ 1500 കോടിയേ വരത്തുള്ളൂ. പക്ഷേ അത് കൊടുക്കാനായിട്ട് പറഞ്ഞിട്ട് അത് ചെയ്യുന്നില്ല. ഇപ്പോൾ സിറ്റി ഫാസ്റ്റും മറ്റും അങ്ങനെയൊക്കെ ആക്കി എന്നുള്ളതാണ്. എന്തായാലും കൊടുക്കുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അത് ഇലക്ഷൻ അവർ മാനിഫെസ്റ്റോ പറഞ്ഞത് അവർക്ക് കൊടുക്കാൻ കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവും. അതിൻ്റെ 500 കോടിയുടെ അകത്തേ ഉള്ളൂ. അത് തന്നെ തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞ ആ മാനിഫെസ്റ്റോയിലെ കാര്യങ്ങളൊന്നും പാലിക്കുന്നില്ല. KSRTC ബസ്സിലെല്ലാം യാത്ര സൗജന്യമാണ് സ്ത്രീകൾക്കെന്ന് പറഞ്ഞിട്ട് അതിൽ വല്ലാത്ത കണ്ടീഷൻസാണ് വന്നത്. ഇപ്പോൾ ഇന്ന ബസ്സിൽ പറ്റില്ല, ഇങ്ങനെ ബോർഡ് വെച്ച ബസ്സിൽ പറ്റില്ല, ബോർഡ് വെക്കുന്ന ബസ്സിലേ കയറാൻ പറ്റുള്ളൂ, മറ്റേ ബോർഡ് കയറാൻ പറ്റില്ല. അങ്ങനെ വെക്കുന്നത് സത്യത്തിൽ ഒരു കണ്ണിപ്പൊടിയിടുന്ന ഒരു പരിപാടിയാണ്. യഥാർത്ഥത്തിൽ അവർ പറഞ്ഞതുപോലെ തന്നെ അത് കൊടുക്കേണ്ടതാണ്. ആ വാക്ക് പാലിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. പക്ഷേ ഇത് ഗ്രാൻറ്റ് കൊടുക്കുന്നതിനുള്ള സാങ്കേതികമായിട്ട് ഗവൺമെൻറ്റിന് കൊടുക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞത്. ഇരട്ടത്താപ്പാണെന്നുള്ളതിന് തർക്കമില്ല. പറഞ്ഞ കാര്യമല്ല ചെയ്യുന്നത് എന്നുള്ളത് ആളുകൾ ശ്രദ്ധയപ്പെടുന്നുണ്ട്. പറഞ്ഞ കാര്യങ്ങളാണെങ്കിൽ ചെയ്യണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. അത് ചെയ്യട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അവരെല്ലാം ചെയ്യുമായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒരു പുതിയ സർക്കാരിനെ സംബന്ധിച്ച് ഞങ്ങൾ ആദ്യമേ അവർ ചെയ്യില്ല എന്നൊന്നും പറയാൻ തയ്യാറാവുന്നില്ല. ശ്രദ്ധിച്ച് ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ. അത് സ്വകാര്യവൽക്കരണം എന്ന നിലയിൽ കാണുന്നില്ല. ഈ KSRTCയെ സഹായിക്കാൻ വേണ്ടി ആളുകൾ കുറച്ച് പണം കൊടുക്കുന്നു, ബസ് എടുക്കാൻ പൈസ കൊടുക്കുന്നു, നല്ല കാര്യമാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്, അങ്ങനെ കിട്ടുന്നെങ്കിൽ നല്ലതാണ്. സ്വകാര്യവൽക്കരണം എന്നാലേ സ്വകാര്യ വണ്ടി ഓടിക്കുന്നതല്ല ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെ വണ്ടി എടുക്കുന്നത്. അത് അവരുടെ ഒരു എങ്ങനെയാണ് പ്രായോഗികമായി നടത്തുന്നത് നമുക്ക് നോക്കണം. ഇപ്പോഴത്തെ ഈ ഗവൺമെൻറ് തന്നെ ധവളപത്രം ഇറക്കിയപ്പോഴൊക്കെ ഏറ്റവും വലിയ ആരോപണമായിട്ട് പറയുന്നത് RD ഗ്രാൻറ്റിന് പണമില്ല, എന്നിട്ട് ബഡ്ജറ്റ് വെച്ചു. ഞങ്ങൾ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് ഈ ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തിട്ടില്ല. RD ഗ്രാൻറ്റ് കഴിഞ്ഞ എല്ലാ ധനകാര്യ കമ്മീഷൻ അല്ലെങ്കിൽ കഴിഞ്ഞ എത്രയോ ധനകാര്യ കമ്മീഷൻ നോക്കിയാൽ RD ഗ്രാൻറ്റ് ഉണ്ട്. കേരളത്തിന് വലിയ തുകയാണ്. ഇപ്പോൾ ഞങ്ങളുടെ ഈ ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി വളരെ പ്രഗത്ഭരായ എല്ലാവരുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് തയ്യാറാക്കിയ ഒരു ഞങ്ങൾ പൊളിറ്റിക്കലായിട്ട് മാത്രമല്ലല്ലോ നോക്കുന്നത്, അതൊരു ഇക്കണോമിസ്റ്റുകളൊക്കെ നോക്കിയിട്ടാണ്. അപ്പോൾ ഇന്ത്യയിൽ എല്ലായിടത്തും RD ഗ്രാൻറ്റ് ഉണ്ട്. RD ഗ്രാൻറ്റിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്, ഞങ്ങൾ ചോദിച്ചത് വലിയ തുകയാണ്. ആ തുക പറഞ്ഞാൽ അത്രയും തരില്ല. റവന്യൂവിന് കുറവുള്ള, നിയമപരമായി ചിലവാക്കിയ റവന്യൂവിൽ കുറവ് വരുന്നത് റവന്യൂ ഡെഫിസിറ്റായിട്ട് കൊടുക്കണം. അതിനുള്ള ചില തീരുമാനങ്ങൾ എടുക്കാനായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിന് പ്രൊവിഷൻ കൊടുക്കുന്നതാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ, ഭരണഘടനയിൽ തന്നെ പറയുന്ന പ്രൊവിഷൻ. ഞങ്ങളൊരു 5 വർഷം കൊണ്ടാണേ, ഒരു വർഷം കൊണ്ടല്ല, 5 വർഷം കൊണ്ടോ 3 വർഷം കൊണ്ടോ ഒരു 50,000 കോടിയിലൊക്കെ അധികം കിട്ടാവുന്ന തരത്തിലേക്കുള്ള എങ്കിലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട്. ചോദ്യം അതിനേക്കാളും വളരെ കൂടുതലാണ്. ഇത് ഹിമാചൽ പ്രദേശ് ഗവൺമെൻറ് പറഞ്ഞത് അവർക്ക് നല്ലതുപോലെ ഹില്ലി സ്റ്റേഷനിൽ കൂടുതലുണ്ട്. ചെറിയ സ്റ്റേറ്റ് ആണെങ്കിലും അവർക്ക് 10,000 കോടിയാണ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ വർഷം, ഒരു വർഷം. ആ 10,000 കോടി കുറവ് വന്നുകൊണ്ട് ഞങ്ങൾക്ക് ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അവിടുത്തെ മുഖ്യമന്ത്രി, അദ്ദേഹം കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് എന്നുള്ളത് ഞാൻ എടുത്തു പറയുകയാണ്, അദ്ദേഹം ഡൽഹിയിൽ പോയിട്ട് പറഞ്ഞത്. അപ്പോൾ RD ഗ്രാൻറ്റ് കുറച്ചാളുകൾ പറയുന്നത് ഇനിയും RD ഗ്രാൻറ്റ് കൊടുക്കാം. കാരണം എന്താ, RD ഗ്രാൻറ്റ് ഈ ധനകാര്യ കമ്മീഷൻ്റെ പ്രപ്പോസലിനകത്ത് വന്നിട്ട് അവിടെ നിശ്ചയിച്ചില്ലെങ്കിലും ആ RD ഗ്രാൻറ്റിന് അന്ന് വെച്ച തുക കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ടല്ലോ. കേന്ദ്ര ഗവൺമെൻറ് അന്ന് 4.5 ലക്ഷം കോടിയിലധികം കൊടുത്തല്ലോ കഴിഞ്ഞ 5 വർഷം മുമ്പ്. അതേപോലെ ഒരു തുക ഇപ്പോഴും അവർ കരുതിയിട്ടുണ്ടാവണമല്ലോ. ഞങ്ങൾ ഈ വർഷം തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഏകപക്ഷമായിട്ട് തരാതിരിക്കാൻ പറ്റില്ല. ആ തുക നമുക്ക് മേടിച്ചെടുക്കേണ്ടതാണ്. അത് മേടിച്ചെടുക്കണമെങ്കിൽ നമ്മളത് എക്സ്പെക്ട് ചെയ്യണമെന്ന് പറയണം. ബഡ്ജറ്റ് തയ്യാറാക്കുമ്പോൾ ഇത് എക്സ്പെക്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആരെങ്കിലും തരുമോ? ബഡ്ജറ്റിനകത്ത് അങ്ങനൊരു കോളം എക്സ്പെക്ട് ചെയ്യുന്നു. കാരണം ഇറ്റ് ഈസ് എ റൈറ്റ്. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നിട്ടുണ്ട്, കഴിഞ്ഞ ധനകാര്യ കമ്മീഷൻ്റെ സമയത്തെല്ലാം തന്നിട്ടുണ്ട്. അത് വേണം എന്ന് നമ്മൾ അവിടെ പറയുന്നു, നമ്മളത് ആവശ്യപ്പെടുന്നു. നമ്മൾ സുപ്രീം കോടതിയിലടക്കം ഇത്തരം കാര്യങ്ങൾ കേസിന് പോയൊരു സ്റ്റേറ്റ് കൂടിയാണ്, അതുകൊണ്ട് മനസ്സിലാക്കണം. അപ്പോൾ ഹിമാചൽ പ്രദേശിൻ്റെ മുഖ്യമന്ത്രി, കോൺഗ്രസ് മുഖ്യമന്ത്രി, അദ്ദേഹത്തെ പോലെ മറ്റ് മുഖ്യമന്ത്രിമാരെ ഇനിയും ബലത്തിന് വലിയ ബഹളത്തിന് വരില്ലെങ്കിലും
BJP സ്റ്റേറ്റുകൾ പോലും അവരും ആവശ്യപ്പെടുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സ്റ്റേറ്റിൻ്റെ പൊതു ഇൻട്രസ്റ്റ് എന്ന നിലയിൽ അത് വേണം. നിയമസഭ റെസൊല്യൂഷൻ പാസ്സാക്കണം, ഹിമാചൽ പ്രദേശ് ചെയ്തതുപോലെ നല്ലൊരു മൂവ്മെൻറ്റ് നടത്തണം. അതുകൊണ്ട് പണം കിട്ടും എന്ന് തന്നെയാണ്, കിട്ടണം എന്നുള്ളത് നമ്മുടെ ഒരു അർഹതയാണെന്നുള്ളതാണ് അതിനകത്ത് പറയാനുള്ളത്. ബജറ്റായാലും അതിനുശേഷമായാലും നമുക്ക് കിട്ടേണ്ട പണം മേടിച്ചെടുക്കണം. അതെന്താണ് അവർ വെക്കാൻ പോകുന്നില്ല. 16ാം ധനകാര്യ കമ്മീഷൻ്റെ റിപ്പോർട്ട് കൊടുത്തപ്പോൾ RD ഗ്രാൻഡ് ഇപ്രാവശ്യം ഉൾപ്പെടുത്തിയില്ല. പക്ഷേ RD ഗ്രാൻഡിന് വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ വെച്ചിരുന്ന പോലെ പണം എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നതാണ്. അതിന് കേന്ദ്രത്തിൻ്റെ കയ്യിൽ ആ പണമുണ്ട്. അല്ലെങ്കിൽ കഴിഞ്ഞ 10, 50, 60 വർഷക്കാലം കേന്ദ്ര ഗവൺമെൻറ് സ്റ്റേറ്റുകൾക്ക് കൊടുക്കാനായിട്ട് മാറ്റി വെച്ചിരുന്ന പണം ഇപ്രാവശ്യം കൊടുക്കുന്നില്ല എന്നെങ്കിലും പറയണ്ടേ. അത് ഒബ്ലിഗേഷനാണ്, ഒരു ശുപാർശയൊക്കെ വെച്ചിട്ട് ഒബ്ലിഗേഷനാണത്. പിന്നെ അതിനകത്തെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് കൊടുക്കുന്നത്? ഓരോ സ്റ്റേറ്റ് അവരുടെ റവന്യൂവിൽ ഡെഫിസിറ്റ് വന്നാൽ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് കൊടുക്കുന്നത്. വളരെ സർപ്ലസ് ആയ ഒരു സ്റ്റേറ്റ് ആണെങ്കിൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് ചോദിക്കാൻ അർഹതയില്ല. നമുക്ക് റവന്യൂ സർപ്ലസ് അല്ല. എത്രയോ കൊല്ലമായിട്ട് കേരളത്തിൻ്റെ ചരിത്രം എടുത്താൽ റവന്യൂ സർപ്ലസ് അല്ല, റവന്യൂ എപ്പോഴും ഡെഫിസിറ്റ് വരും. അതുകൊണ്ടാണ് ഏത് കാലത്തും റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് കിട്ടുന്ന സ്റ്റേറ്റുകളിലൊന്നാണ് നമ്മൾ. കുറേ സ്റ്റേറ്റുകൾ കൊടുക്കാറുണ്ട്, എല്ലാ സ്റ്റേറ്റിനും ഉള്ളത് ഏറിയും കുറഞ്ഞും വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ആ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് എന്ന് പറയുന്ന സാധനമേ വേണ്ട, ഞങ്ങൾക്ക് റവന്യൂ സർപ്ലസ് ആണെന്ന് പറഞ്ഞാൽ പിന്നെ യഥാർത്ഥത്തിൽ സർപ്ലസ് അല്ലല്ലോ, നമുക്ക് വലിയ പണം കിട്ടാറുണ്ടല്ലോ ഏത് ഗവൺമെൻറ് ആണെങ്കിലും. അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തണം. അതാണ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡിൻ്റെ കാര്യം അവിടെ ഉള്ളത്. അത് കോൺസ്റ്റിറ്റ്യൂഷൻ ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ റവന്യൂ ഡെഫിസിറ്റ് ആവുകയും അത് തരാനായി തീരുമാനിക്കുകയും ചെയ്യുമ്പോഴേ ഒബ്ലിഗേഷൻ ആവത്തുള്ളൂ. ഗവൺമെൻറ് ഈ പ്രൊവിഷൻ അനുസരിച്ച് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് പ്രൊവിഷൻ. സ്ത്രീ സുരക്ഷാ പെൻഷൻ എന്നല്ല ഞങ്ങളത് പറഞ്ഞത്, സ്ത്രീ സുരക്ഷാ പദ്ധതിയേ ഉള്ളൂ. നിർത്തലാക്കാൻ സാധാരണഗതി പറ്റില്ല. കാരണം ഞങ്ങളത് 31 ലക്ഷം സ്ത്രീകൾക്കാണ് പ്രതീക്ഷിച്ചത്. 31 ലക്ഷം ആദ്യമേ എൻറോൾ ചെയ്തില്ല. ഇപ്പോൾ 17 ലക്ഷത്തോളം എൻറോൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കൊടുത്ത ദിവസം 11 ലക്ഷം പേർക്കാണ്. ഫസ്റ്റ് ഡേയിൽ 11 ലക്ഷം പേർക്ക് കൊടുത്തു. അന്ന് തന്നെ അവരുടെ അക്കൗണ്ടിലേക്ക് ചെല്ലുകയായിരുന്നു. ഇപ്പോൾ 17 ലക്ഷമുണ്ട്. അപ്പോൾ ഓരോ ഗ്രാമത്തിലും ഇത്രയേറെ ആളുകൾ മേടിക്കുന്നതാണ്. അവർ പ്രതീക്ഷിക്കുന്നുണ്ട്, അവർ കിട്ടിയെന്നുള്ളത് അറിയാം. അപ്പോൾ എത്ര പേരാണ് നമ്മുടെ ഇപ്പോൾ സ്റ്റുഡൻസിന് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ 5 ലക്ഷം, 6 ലക്ഷം, 7 ലക്ഷത്തിലാണ് മാക്സിമം കണക്കാക്കുന്നത്. കണക്റ്റ് വർക്ക് മാത്രം ഞങ്ങളൊരു പദ്ധതിയാണ്. കണക്റ്റ് വർക്ക് കുട്ടികൾ, ചെറുപ്പക്കാർ, വിദ്യാഭ്യാസം കഴിഞ്ഞ് നിൽക്കുന്നവർക്ക് തൊഴിലിന് വേണ്ടിയിട്ട് ഒരു വർഷം അവർക്ക് പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള അതാണ് കണക്റ്റ് വർക്ക്. 5 ലക്ഷം പേരാണ്. ഈ സ്ത്രീ സുരക്ഷാ പദ്ധതി മുഴുവൻ ആപ്ലിക്കൻസും വരും 30 ലക്ഷം വരും. അല്ലെങ്കിൽ ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നതന്നെ ഇത്രയുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ KSRTC ബസ്സിലൊക്കെ കയറുന്നു എന്ന് പറയുന്ന പോലെ തന്നെ എലിജിബിൾ ആയിട്ടുള്ളൊരു വലിയ സെക്ഷനില്ല. അതിനേക്കാൾ എത്രയോ അധികം ആളുകളാണ്. അവർക്ക് കൊടുക്കില്ല എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ്റിന് തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സാധാരണ ഒരു ബുദ്ധിപരമായി പ്രവർത്തിക്കുന്ന ജനങ്ങളുടെ ഒരു വികാരം മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് അത് ഒഴിവാക്കാൻ തയ്യാറാവില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കൊടുക്കുന്നില്ല ഇപ്പം, അത് കൊടുക്കേണ്ടതാണ്. അത് നേരത്തെ കൊടുത്തിരുന്നതാണ്, കൊടുക്കേണ്ടതാണ്. കിഫ്ബിയെ തകർക്കാൻ വേണ്ടി ഗവൺമെൻറ് തയ്യാറാവില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കിഫ്ബിയെ സംബന്ധിച്ച് അവർക്ക് അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെയുള്ള ചർച്ച ചെയ്യാം, ഗവൺമെൻറ്റിൻ്റെ ചർച്ച ചെയ്യുമായിരിക്കും. പക്ഷേ കിഫ്ബി എന്ന് പറയുന്ന പ്രസ്ഥാനം കേരളത്തിലുണ്ടാക്കിയ വലിയ മാറ്റം, വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്, വലിയ തരത്തിലുള്ള നിക്ഷേപം, അതൊക്കെ കൂടെ ചേർന്നാണ്. ഇപ്പം നമ്മൾ ടാക്സിൻ്റെ വർധന ഉണ്ടായെന്ന് പറഞ്ഞാൽ പുതിയ ഇൻഡസ്ട്രി വരുന്നു, നല്ല സ്ഥാപനങ്ങൾ വരുന്നു, നല്ല റോഡ് വരുന്നു എന്ന് പറയുന്നതെല്ലാം ബന്ധപ്പെട്ടിട്ടാണ്. കേരളത്തിലാകെ കടൽ മാർഗമുള്ള ഇക്കണോമി ശക്തിപ്പെടുത്താനും സിവിൽ ഏവിയേഷൻ ശക്തിപ്പെടുത്താനും ഒക്കെ പറയുന്നല്ലോ. അതൊക്കെ വന്നതുകൊണ്ടാണ്, നല്ല നിക്ഷേപം വന്നതുകൊണ്ടല്ലേ, നല്ല റോഡ് വന്നതുകൊണ്ടല്ലേ. അപ്പോൾ അതെല്ലാം ചെയ്തത് കിഫ്ബിയാണ്, ചെയ്തുകൊണ്ടിരിക്കുന്ന കിഫ്ബിയാണ്. കിഫ്ബിയെ സംബന്ധിച്ച് അതിനെ സ്ട്രീം ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഗവൺമെൻറ്റിനും ചിലപ്പോൾ ചർച്ചകൾ നടത്തും. പക്ഷേ കിഫ്ബി എന്ന് പറയുന്നൊരു വലിയ കൺസെപ്റ്റാണ്. ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞാലും കേന്ദ്ര ഗവൺമെൻറ് പല വലിയ സ്കീമുകൾ നടപ്പിലാക്കുന്നത് ഇങ്ങനെ തന്നെ ബോറോ ചെയ്തിട്ടാണ്. അത് കൊമേഴ്സ്യലി തന്നെയും കുറച്ച് ഭാഗം കൊമേഴ്സ്യലിയും ബാക്കി അല്ലാതെയും ഒക്കെ ചെയ്തുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റുന്നൊരു മോഡലായിട്ട് അത് ചെയ്യാൻ പറ്റും. അത് അങ്ങനെ തന്നെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. രാഷ്ട്രീയമായിട്ട് പല കാര്യങ്ങളും പറഞ്ഞെങ്കിലും മന്ത്രിമാരായി ചുമതല ഏറ്റെടുത്ത പല ആളുകളും ഇപ്പോൾ അതിനെപ്പറ്റി ഒന്നും മിണ്ടുന്നില്ല. പണ്ട് എതിർത്ത കാര്യങ്ങൾ വീണ്ടും വരുമ്പോൾ അതിനെപ്പറ്റി ഒന്നും മിണ്ടുന്നില്ല എന്ന് പറയുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. PM ശ്രീ ഉദാഹരണം. PM ശ്രീ പോലെയുള്ള കാര്യങ്ങളിൽ ഞങ്ങൾ പണം മേടിച്ചിട്ടില്ല. ശക്തമായ എതിർപ്പ് ഞങ്ങൾ പറഞ്ഞിരുന്നതാണ്. സിലബസിനകത്തൊന്നും തൊടുന്ന പ്രശ്നമില്ല. പക്ഷെ അത് ഭയങ്കരമായി കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ടൊരു പൊളിറ്റിക്കലായിട്ട് എന്തോ ഡീലാണെന്നൊക്കെ അല്ലേ പറഞ്ഞേ. ഇപ്പോൾ എന്താ അതിനെപ്പറ്റി? ഞങ്ങളത് മേടിക്കുന്നില്ല, ഞങ്ങൾക്കത് വേണ്ട എന്ന് പറയാൻ ധൈര്യപ്പെടുന്നില്ലല്ലോ. ഞങ്ങളത് വേണ്ട എന്ന് പറഞ്ഞ് കത്ത് കൊടുത്തത് വീണ്ടും ഞങ്ങൾ തിരുത്തിയതാണ്. ഞങ്ങൾക്ക് കിട്ടാനുള്ളത് മാത്രം അന്ന് ഇപ്പോൾ കേരളത്തിന് ഇപ്പോൾ UDF ഗവൺമെൻറ് ആണെന്നേ ഉള്ളൂ. 10,000 കോടി രൂപ കിട്ടാനുള്ളത് പലതരത്തിലുള്ളത് കിട്ടാനുണ്ടല്ലോ. നെല്ലിൻ്റെ മാത്രം 2,000 കോടിയിലധികം ഉണ്ട്, നിങ്ങൾക്കറിയാം.
അപ്പോൾ PM ശ്രീയുടെ കാര്യത്തിനകത്ത് ഇത്രയും പറഞ്ഞിട്ട് PM ശ്രീയുടെ കാര്യത്തിൽ ഇപ്പോൾ എന്താ പറയുന്നത്? ഇപ്പോൾ ഇതുപോലെ ഭരണത്തിൽ വരുമ്പോൾ നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളും വിഴുങ്ങിപ്പോന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അത് ആരംഭം എന്ന നിലയിൽ മന്ത്രിമാരിതൊക്കെ മനസ്സിലാക്കി കുറച്ചുകൂടി കറക്റ്റ് ചെയ്ത് വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളതുകൊണ്ട് അമിതമായിട്ടൊന്നും അതിനെ വിമർശിക്കുന്നുണ്ട്. അവർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, അതവർ കറക്റ്റ് ചെയ്യണം. ഇത് മാത്രമല്ല, മറ്റു പല കാര്യങ്ങളും. ഇപ്പോൾ വൈസ് ചാൻസലർമാർ നേരെ RSSൻ്റെ മീറ്റിങ്ങിന് പോവുക. അത് കേരളത്തെ സംബന്ധിച്ച് ഒരിക്കലും ആരും അംഗീകരിക്കുന്നതല്ല. വൈസ് ചാൻസലർമാർ പോയതല്ലല്ലോ തുടങ്ങിയത്. 19 സെനറ്റ് മെമ്പർമാരെ നോമിനേറ്റ് ചെയ്തതിനകത്തും വൈസ് ചാൻസലറെ നോമിനേറ്റ് ചെയ്യുന്ന പാനലിനകത്ത് പേര് കൊടുക്കാത്ത പ്രശ്നത്തിലുമൊക്കെ BJPയുടെ ബന്ധപ്പെട്ട ആളുകൾ വരത്തക്ക വിധത്തിലേക്ക് ആ കാര്യം കൊടുക്കുക. ഇങ്ങനെ പല കാര്യങ്ങളും വരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇനി പരിചയമില്ല എന്ന് പറയാൻ പറ്റുന്നതല്ല. കോടതി വക്കീലിൻ്റെ കാര്യം, മറ്റു പല കാര്യങ്ങളും ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അത് അവർ ശ്രദ്ധിക്കേണ്ടതാണ്. നാളെ മറ്റന്നാളും MLA-മാരുടെ ഓറിയൻറ്റേഷൻ ക്ലാസ് ഉണ്ട്. എല്ലാ MLA-മാരും പങ്കെടുക്കുന്ന ക്ലാസ്സാണ്. പാർലമെൻ്ററി മര്യാദ അനുസരിച്ച് പാർലമെൻറ്റിൽ, ലോക്സഭയിലും രാജ്യസഭയിലായാലും കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മെമ്പർമാർ അവർ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യും. അതിനകത്ത് പാർലമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ, നിയമസഭയുടെ പ്രവർത്തനങ്ങളിലെ കാര്യം പറയുന്നതല്ലേ, അതാ ആ എക്സ്പീരിയൻസ് വെച്ച് പറയുന്നതാണ്. അതിന് ക്ലാസ് എടുക്കാൻ വിളിക്കുന്നതാണ്. കാരണം നമ്മുടെ തത്വം അനുസരിച്ച് നിയമസഭ എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് ബോഡി തന്നെയാണ്. സ്പീക്കർക്ക് പൊളിറ്റിക്സേ പാടില്ല. അങ്ങനെ നമ്മുടെ പൊളിറ്റിക്സ് ഉണ്ടെങ്കിലും വളരെ ഇൻഡിപെൻഡൻ്റ് ആണ്. നിയമസഭയുടെ കാര്യം അങ്ങനെയാണ്. ഈ ക്ലാസ്സൊക്കെ എടുക്കുക എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ, പ്രൊസീജിയറെ സംബന്ധിച്ചല്ലേ.